വിശ്വസിക്കുന്ന കാര്യങ്ങൾക്കായി ഇനിയും പൊരുതുമെന്നും പ്രഖ്യാപിച്ച് തുറന്ന കത്തുമായി ഗുസ്തി താരം വിനേഷ് ഫോഗാട്ട്. പാരീസിൽ ദേശീയ പതാക ഉയർത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഫൈനലിൽ മത്സരിക്കാനായി പരമാവധി ചെയ്തു. മറ്റൊരു സാഹചര്യമെങ്കിൽ 2032 വരെ ഗുസ്തിയിൽ തുടർന്നേനെ. ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാനാകില്ല. എക്സിൽ പോസ്റ്റ് ചെയ്ത തുറന്ന കത്തിലൂടെയുള്ള പ്രതികരണം ഭാരപരിശോധനയിൽ പരാജയപ്പെട്ട് ഗുസ്തി ഫൈനലിൽ മത്സരിക്കാനാകാതെ ഒളിമ്പിക് വില്ലേജിൽ നിന്ന് കണ്ണീരോടെ മടങ്ങിയ ശേഷം ഇതാദ്യമായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ നടി രഞ്ജിനിയുടെ നിർണായക നീക്കം. റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ഹൈക്കോടതിയിൽ നടിയുടെ ഹർജി. താനും ഹേമ കമ്മിറ്റി മുമ്പാകെ മൊഴി നൽകിയിട്ടുണ്ട്. താനടക്കം നൽകിയ വിവരങ്ങൾ ഏത് വിധത്തിലാണ് റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്ന് അറിയില്ല. പ്രസിദ്ധീകരിക്കും മുൻപ് റിപ്പോർട്ട് കാണണമെന്നും രഞ്ജിനി. മുൻപ് കോടതിയെ സമീപിക്കാതിരുന്ന രഞ്ജിനിക്ക് അപ്പീൽ സമർപ്പിക്കാൻ കോടതി അനുമതി നൽകി. തിങ്കളാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കും. 70ാം ദേശീയ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനത്തിൽ അടിമുടി തിളങ്ങി മലയാള സിനിമ. ആൺകൂട്ടത്തിൽ അകപ്പെട്ട പെണ്ണിന്റെ ആത്മസംഘർഷം പ്രമേയമാക്കിയ ആട്ടം ഇത്തവണത്തെ ഏറ്റവും മികച്ച സിനിമ. മികച്ച ചിത്രത്തിന് പുറമെ തിരക്കഥ, എഡിറ്റിംഗ് പുരസ്കാരങ്ങളും ആട്ടത്തിന്. കാന്താരയിലൂടെ വിസ്മയിപ്പിച്ച ഋഷഭ് ഷെട്ടി മികച്ച നടൻ. ജനപ്രിയ ചിത്രവും കാന്താര തന്നെ. നടിക്കുള്ള പുരസ്കാരം പങ്കിട്ട് നിത്യ മേനോനും മാനസി പരേഖും. മികച്ച മലയാള ചിത്രം സൗദി വെള്ളയ്ക്ക. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ വാരിക്കൂട്ടി ആടുജീവിതം. മരുഭൂമിയിലെ കഠിന ജീവിതം മലയാളികൾക്ക് മുന്നിൽ തുറന്നുകാട്ടിയ ചിത്രം നേടിയത് 9 പുരസ്കാരങ്ങൾ. ആടുജീവിതത്തിലെ നജീബിന്റെ ജീവിതം പൃഥ്വിരാജിന് നേടിക്കൊടുത്തത് മികച്ച നടനുള്ള പുരസ്കാരം. ബ്ലസ്സി മികച്ച സംവിധായകൻ. ജനപ്രിയ ചിത്രവും ആടുജീവിതം തന്നെ. മികച്ച നടിക്കുള്ള പുരസ്കാരം പങ്കിട്ട് ഉർവശിയും ബീന ചന്ദ്രനും. പൊമ്പിളെ ഒരു മെയ് എന്ന ചിത്രത്തിലെ വേഷത്തിലൂടെ മികച്ച സ്വഭാവ നടിയായി ശ്രീഷ്മ ചന്ദ്രൻ. മികച്ച സിനിമ ഉൾപ്പെടെ കാതലിന് 4 അവാർഡുകൾ. BJPയും ഇന്ത്യ മുന്നണിയും വീണ്ടും തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക്. ജമ്മു കശ്മീർ, ഹരിയാന തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു. കശ്മീരിൽ വോട്ടെടുപ്പ് സെപ്റ്റംബർ 18 മുതൽ 3 ഘട്ടമായി. ഹരിയാനയിൽ ഒക്ടോബർ 1 ഒറ്റഘട്ടമായി. രണ്ടിടത്തും വോട്ടെണ്ണൽ ഒക്ടോബർ 4. ജാർഖണ്ഡ്, മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് പിന്നീടെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വയനാട്ടിലേതുൾപ്പെടെ ഉപതെരഞ്ഞെടുപ്പുകൾ ഉടനില്ല. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ KK ശൈലജയും MV ജയരാജനും പറഞ്ഞത് പാടെ അവഗണിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. രണ്ടുപേരും പറഞ്ഞത് വ്യക്തിപരമായ നിലപാട്. സെക്രട്ടറി പറയുന്നതാണ് പാർട്ടി നിലപാടെന്നും ഗോവിന്ദൻ. KK ലതിക പോസ്റ്റ് ഷെയർ ചെയ്തത് ആശയം പ്രചരിപ്പിക്കാനല്ല. ഇക്കാര്യം നാടിന് ആപത്തെന്ന രീതിയിലായിരുന്നു പ്രചാരണം. പോരാളി ഷാജിയാണോ ഇടതുപക്ഷമെന്നും MV ഗോവിന്ദൻ. ലതികയെ പിന്തുണച്ച് EP ജയരാജനും. വർഗീയ വിഷം ഏശാതെ പോയതിന് കേരളീയരോട് നന്ദി പറയുകയാണ് വേണ്ടതെന്ന് PK കുഞ്ഞാലിക്കുട്ടി. യുവ ഡോക്ടർ ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ട കേസിൽ പ്രതിരോധത്തിലായ മമതാ ബാനർജിയുടെ രാഷ്ട്രീയ പൂഴിക്കടകൻ. നീതി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ കൊൽക്കത്തയിൽ ജനകീയ റാലി. CBI അന്വേഷണം കാര്യക്ഷമമാക്കണമെന്നും മമത. പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്ന് തൃണമൂൽ കോൺഗ്രസ്. സർക്കാരിന്റെ നഷ്ടപരിഹാരം മകളെ അപമാനിക്കുന്നതെന്ന് ഡോക്ടറുടെ കുടുംബം. മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ ചോദ്യം ചെയ്ത് CBI. ബലാത്സംഗ കൊലയിൽ രാജ്യവ്യാപക പ്രതിഷേധം. നാളെ രാവിലെ 6 മുതൽ 24 മണിക്കൂർ സമരത്തിന് ആഹ്വാനം ചെയ്ത് IMA. രാജ്യത്തെ നടുക്കി വീണ്ടും ബലാത്സംഗ കൊല. ഉത്തരാഖണ്ഡിൽ ജോലി കഴിഞ്ഞ് മടങ്ങിയ നഴ്സിനെ ബലാത്സംഗം ചെയ്തു കൊന്നു. കഴിഞ്ഞ മാസം 30-ന് കാണാതായ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത് ഈ മാസം 8-ന്. പ്രതി ധർമ്മേന്ദ്ര കുമാറിനെ പിടികൂടിയത് രാജസ്ഥാനിൽ നിന്ന്. പ്രതി ലഹരിക്ക് അടിമയാണെന്നും യുവതി തനിച്ചു പോകുന്നത് കണ്ട പ്രതി ആക്രമിക്കുകയായിരുന്നുവെന്നും പോലീസ്. ഹിൻഡൻബർഗിന് പിന്നാലെ സെബി മേധാവിക്കെതിരെ ഗുരുതര ആരോപണവുമായി റോയിട്ടേഴ്സും. മാധബി പുരിബുജ് ചട്ടവിരുദ്ധമായി മറ്റൊരു കമ്പനിയിൽ നിന്ന് വരുമാനം നേടിയെന്ന് ആരോപണം. വാർത്തയ്ക്ക് ആധാരമായി പുറത്തുവിട്ടത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് രേഖകൾ. അഗോറ അഡ്വൈസറി എന്ന കൺസൾട്ടൻസി സ്ഥാപനത്തിൽ നിന്ന് വരുമാനം നേടിയെന്ന രേഖകൾ. 7 വർഷത്തിനിടെ നേടിയത് 3.71 കോടിയുടെ വരുമാനം. അഗോറയിൽ മാധബിക്കും ഭർത്താവിനുമുള്ളത് 99% ഓഹരി പങ്കാളിത്തം. ISRO ചെറു വിക്ഷേപണ വാഹനമായ SSLVയുടെ വിക്ഷേപണം വിജയകരം. SSLV D3 വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിലെ 1ാം നമ്പർ ലോഞ്ച് പാഡിൽ നിന്ന്. ഭൗമ നിരീക്ഷണ കൃത്രിമ ഉപഗ്രഹമായ EOS-08നെ SSLV ബഹിരാകാശത്തെത്തിച്ചു. വിക്ഷേപണത്തിന്റെ 3 ഘട്ടവും വിജയകരമെന്ന് ISRO.